ഈ മണിച്ചിത്ര എന്ന് പറഞ്ഞ സിനിമ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചൊരു സിനിമയാണ്. ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ പുതിയ പുതിയ അറിവുകൾ ആ സിനിമയിലൂടെ കിട്ടുകയാണ്. ഇപ്പോൾ ഗംഗ എന്നൊരു കുട്ടി പല കഥകളും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഗംഗയുടെ മനസ്സിൽ ഒരു രൂപം ഗംഗ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ചെറുപ്പത്തിലെ ചൈൽഡ്ഹുഡ് അൺകോൺഷ്യസ് ആയിട്ട് ഗംഗ ക്രിയേറ്റ് ചെയ്യുന്ന പല ക്രിയേറ്റീവ്സ് ഉണ്ട്. അതാണ് വലുതാകുമ്പോൾ ഗംഗക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ ഗംഗ അത് എക്സ്പ്രസ് ആയിട്ട് വരുന്നത്. ഗംഗയുടെ ഒരു അബോധ മനസ്സിൽ കുറേ കോൺഫ്ലിക്റ്റുകളാണ് ശരിക്കും ഗംഗ എന്നൊരു നാഗവല്ലിയായി മാറുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നകുലന് ഒരു ബിസിയായ തിരക്കേറിയ ഒരു മനുഷ്യനാണ്. ഗംഗക്ക് ആവശ്യമായ സമയത്ത് നകുലൻ്റെ ഒരു പ്രസൻസ് കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗംഗയുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം നിറവേറ്റാത്തതുകൊണ്ട് ഉള്ളിലത് അടഞ്ഞു കിടക്കുക. നകുലനെ കൊല്ലാനുള്ളൊരു ദേഷ്യമായിട്ട് ഗംഗയുടെ ഉള്ളിൽ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ പല ആളുകളുടെ ഉള്ളിലും ഇത്തരം കഥകൾ ശരിക്കും അവരുടെ ഉള്ളിൽ സ്വാധീനിക്കാറുണ്ട്. അവരുടെ മനസ്സിൽ പോലും അത്തരം ചിന്തകൾ അൺകോൺഷ്യസ് ആയിട്ടെങ്കിലും അത് ഉള്ളിൽ അടഞ്ഞു കിടക്കാറുണ്ട്.